Hi, hello, my dear students, my dear children. We are starting part 4 class of our chapter 1 Humanism. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഹ്യൂമനിസം ചാപ്റ്ററിൻ്റെ നാലാമത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ട് 1, 2, 3 മൂന്ന് പാർട്ടുകൾ ഓൾറെഡി നമ്മുടെ ഹ്യൂമനിസം ചാപ്റ്ററിനെ നമ്മുടെ ചാനലിൽ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെക്കേഷൻ സമയത്ത് നിങ്ങൾ വ്യൂ ചെയ്തെന്ന് വിചാരിക്കുന്നു. വ്യൂ ചെയ്യാത്ത കുട്ടികൾ അത് വ്യൂ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് SSLC മാർച്ച് 2027 പബ്ലിക് എക്സാം എഴുതേണ്ട കുട്ടികളാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇനി കാത്തിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമ്മുടെ ഓരോ ദിവസവും ജൂൺ 1, ജൂൺ 2 പോട്ടെ, നമുക്ക് ജൂൺ മാസം അങ്ങ് പോട്ടെ, നമുക്ക് ജൂലൈ തുടങ്ങാം. നോ, നമ്മൾ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മുടെ പാർട്ട് 1, 2, 3 3 പാർട്ടുകൾ ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് ഹ്യൂമനിസം ആ ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ റെനേസൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. റെനേസൻസ് കൊണ്ടുവന്ന ചേഞ്ചസ്, പ്രത്യേകിച്ച് ഇറ്റലി അല്ലെങ്കിൽ യൂറോപ്പിൽ, എസ്പെഷ്യലി ഇറ്റലിയിൽ റെനേസൻസ് കൊണ്ടുണ്ടായ ചേഞ്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ സ്പിയറിൽ എവിടെയെല്ലാം ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പെയിൻറ്റിങ്സ്, ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ഇതുപോലുള്ള ഓരോ രംഗത്തും ഉണ്ടായ ചേഞ്ചസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ ലിറ്ററേച്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഈ റെനേസൻസ് ലിറ്ററേച്ചറിൽ എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നു, വാട്ട് വെയർ ദി ചേഞ്ചസ് വി ക്യാൻ നോട്ടീസ്ഡ് in literature because of this renaissance. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലിറ്ററേച്ചറിലെ ഏറ്റവും മഹാനായ ഒരു റൈറ്ററെ നമുക്ക് പരിചയപ്പെടാം. വില്യം ഷേക്സ്പിയർ നമുക്കറിയാം, മഹാനായ ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പല കവിതകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ്, അല്ലേ? അപ്പം അദ്ദേഹം എന്താണ് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽസ്. എന്താണ് അതിൻ്റെ അർത്ഥം? വാട്ട് ഇസ് മീനിങ് ഓഫ് ദിസ് സെൻറ്റൻസ്? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽസ്. സ്റ്റാർസിൽ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള പവേഴ്സിൽ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ സ്റ്റാർസ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഗോഡായിരിക്കാം, അല്ലെങ്കിൽ ഹെവൻ ആയിരിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ഡെസ്റ്റിനിയും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് സ്റ്റാർസിലല്ല, ബട്ട് ഇൻ അവർ സെൽസ്, നമ്മളിൽ തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ് പ്രധാനപ്പെട്ടത്, ഗോഡല്ല. അപ്പോൾ റെനേസൻസ് മുന്നോട്ട് വയ്ക്കുന്ന അതേ ഒരു സയൻറ്റിഫിക് കാഴ്ചപ്പാടാണ് വില്യം ഷേക്സ്പിയറുടെ ഈ ഒരു കമൻറ്റ് നമുക്ക് തരുന്നത്. സ്റ്റാർസിലല്ല നമ്മുടെ ഡെസ്റ്റിനിയെ, നമ്മുടെ പ്രതീക്ഷകളെ നമ്മൾ വയ്ക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്. അതായത് നമ്മൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്, ഹ്യൂമൻ ബീയിങ്സ് ആണ് പ്രധാനപ്പെട്ടത്. ഇതെല്ലാം ഹ്യൂമനിസം എന്ന ഐഡിയോളജിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്യം ഷേക്സ്പിയറും ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. ഹ്യൂമനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്ററായിരുന്നു വില്യം ഷേക്സ്പിയർ. ഹ്യൂമനിസത്തിൻ്റെ ആ ഐഡിയയാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽസ്. വി ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ അച്ചീവിങ് അവർ ഗോൾസ്. ഓക്കെ, വാട്ട് വെയർ ദ ഫീച്ചേഴ്സ് ഓഫ് റെനേസൻസ് ലിറ്ററേച്ചർ? അപ്പോൾ റെനേസൻസ് കാലത്ത് ലിറ്ററേച്ചറിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ കാണപ്പെടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്?
വാട്ട് വെയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെനേസൻസ് ലിറ്ററേച്ചർ. അപ്പോൾ റെനേസൻസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വാക്കുണ്ട്, മിഡീവിയൽ ലിറ്ററേച്ചർ. മിഡീവിയൽ പീരീഡിലെ ലിറ്ററേച്ചർ അല്ല റെനേസൻസ് പീരീഡിൽ. റെനേസൻസ് പീരീഡിൽ ലിറ്ററേച്ചറിൽ വളരെ വലിയ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റെനേസൻസ് റൈറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി, സെക്കുലർ വാല്യൂസ്. അപ്പം നമ്മളെ പെയിൻറ്റിങ്സിലും സ്കൾപ്ചേഴ്സിലും ആർക്കിടെക്റ്റിലും ഒക്കെ നമ്മൾ കണ്ട അതേ വേർഡ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയും എന്താണ് ആ ഒരു കീ വേർഡ്? സെക്കുലർ. സെക്കുലർ വാല്യൂസിനാണ് പ്രാധാന്യം കാണുക. എന്നാൽ മിഡീവിയൽ ലിറ്ററേച്ചറിൽ എന്തായിരിക്കാം? ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ? ഹെവൻലി വാല്യൂസ് ഓർ ഗോഡ്, റിലീജിയസ് വാല്യൂസ്. ഓക്കെ, അവിടെ റിലീജിയസ് വാല്യൂസ് ആണെങ്കിൽ ഇവിടെ സെക്കുലർ വാല്യൂസ്. ഇൻഡിവിജ്വൽ ലിബർട്ടി ഗേവ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ലിറ്ററേച്ചറിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഡിവിജ്വലായിട്ടുള്ള ലിബർട്ടി, ഇൻഡിവിജ്വൽ ഫ്രീഡം, സെക്കുലർ വാല്യൂസ്. എന്താണ് ഈ സെക്കുലർ വാല്യൂസ്? ഒരു മതത്തിനും പ്രാധാന്യമില്ലാത്ത സെക്കുലറായിട്ടുള്ള മതേതരമായിട്ടുള്ള വാല്യൂസിനെ. ഓക്കെ, ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെനേസൻസ് ലിറ്ററേച്ചർ വാസ് ഇറ്റ്സ് ബ്രേക്കിംഗ് എവേ ഫ്രം സ്കലാസ്റ്റിസിസം ഓഫ് ദി മിഡിൽ ഏജ്. മിഡിൽ ഏജസിലെ സ്കലാസ്റ്റിക് സിസ്റ്റം, അതിൻ്റെ ഫീച്ചർ എന്താണ്? അത് റിലീജിയസ് ആയിരുന്നു. റിലീജിയസ്, ഗോഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ഐഡിയോളജിയാണ് സ്കലാസ്റ്റിസിസം. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മാറി വരുന്ന റെനേസൻസ് പീരീഡിലെ അതിൽ നിന്നുള്ള വലിയൊരു ബ്രേക്കിംഗ് എവേ, വലിയൊരു ബ്രേക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ സ്കോലാസ്റ്റിസത്തിലെ റെനേസൻസ് ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റിക്കളയുന്നു, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നു, അതിനെ ഉപേക്ഷിക്കുന്നു. ഓക്കെ, സ്കോലാസ്റ്റിസത്തെ ഉപേക്ഷിച്ചു. അതാണ് റെനേസൻസ് ലിറ്ററേച്ചറിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ കൾച്ചർ, റെനേസൻസ് റൈറ്റേഴ്സ് ചൂസ് ടു പ്രൊഡ്യൂസ് ദെയർ വർക്ക്സ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. അവർ റീജിയണൽ ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിന് നമ്മൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അന്നത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെ എല്ലാവരും ഉപയോഗിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ഭാഷ എന്നൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു ലാറ്റിൻ. അപ്പോൾ ലാറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുകയും ഓരോ യൂറോപ്യൻ രാജ്യത്തെയും റീജിയണൽ ലാംഗ്വേജസിൽ അവിടുത്തെ റൈറ്റേഴ്സ് അവരുടെ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. സോ ദ റെനേസൻസ് റൈറ്റേഴ്സ് ചൂസ് ടു പ്രൊഡ്യൂസ് ദെയർ വർക്ക് ഇൻ റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ കണ്ടു, റീജിയണൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ്. സ്കോലാസ്റ്റിസത്തിൽ നിന്നുള്ള ബ്രേക്ക്. അടുത്തതായിട്ട് നമ്മൾ എന്താണ് കണ്ടത്? ഇൻഡിവിജ്വൽ ലിബർട്ടിക്കും സെക്കുലർ വാല്യൂസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രോസ് ലിറ്ററേച്ചർ ഗെയിൻ പ്രോമിനൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. പ്രോസ് എന്താണ്? ഈ പ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിറ്ററേച്ചർ രണ്ട് ടൈപ്പിലുണ്ട്, പ്രോസും ഉണ്ട്, പോയവും ഉണ്ട്. മിഡിൽ ഏജസിൽ പോയംസ് ആയിരുന്നു കൂടുതലും, പോയംസ്. എന്നാൽ റെനേസൻസ് പീരീഡിൽ നമുക്ക് കാണാം റൈറ്റേഴ്സ് കൂടുതലും പ്രോസ് ലിറ്ററേച്ചറാണ് തിരഞ്ഞെടുത്തത്, പ്രോസ്. ഓക്കെ, അപ്പം 4 ഫീച്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4. ഇപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈ 4 ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? അടുത്ത റെനേസൻസ് റൈറ്റേഴ്സ് ആരൊക്കെയാണ് നമുക്കൊന്ന് കാണാം. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെനേസൻസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട റെനേസൻസ് റൈറ്റേഴ്സാണ് ഡാൻറ്റെ, പെട്രാർക്ക്, ബൊക്കാസിയോ, നിക്കോളോ മാക്കിയവെല്ലി, കസാൻഡ്ര ഫിഡൽ. ഡാൻറ്റെ, പെട്രാർക്ക്, ബൊക്കാസിയോ, മാക്കിയവെല്ലി ആൻഡ് കസാൻഡ്ര ഫിഡൽ. ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡി നമ്മൾ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് ഈ റെനേസൻസ് ലിറ്ററേച്ചർ ഒരു എസ്സേ ആയിട്ടും ചോദിക്കാം. റെനേസൻസ് ലിറ്ററേച്ചർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ റെനേസൻസ് ലിറ്ററേച്ചർ എന്നുള്ളത് ആ ഒരു കാര്യം നമുക്കൊരു എസ്സേ ആയിട്ട് വന്നാൽ റെനേസൻസ് ലിറ്ററേച്ചറിൻ്റെ ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തണം. റെനേസൻസ് റൈറ്റേഴ്സും അവരുടെ വർക്ക്സും നമ്മൾ എഴുതണം. ഇതിൽ ഡിവൈൻ കോമഡി അതുപോലെ ദ പ്രിൻസ്, ഈ 2 വർക്കുകൾ നമുക്കൊന്ന് ഒരു ഷോർട്ട് നോട്ടായിട്ട് പഠിക്കണം. അതിനെ നമ്മൾ നമ്മുടെ എസ്സേയിൽ ഉൾപ്പെടുത്തണം.
ഓക്കെ. അപ്പോൾ ഡാൻഡിയുടെ ഡിവൈൻ കോമഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പെട്രാക്ക് എന്ന് പറയുന്ന ആ ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പുസ്തകമല്ല പറയുന്നത്. അദ്ദേഹം കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്. സോണറ്റ്സ് അഡ്രസ്സിങ് ലോറ. ലോറ എന്ന് പറയുന്ന ഒരു വുമണിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ കുറേ സോണറ്റ്സ്. ദെൻ ബൊക്കാസിയോയുടെ ഡെക്കാമറൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നിക്കോളോ മാക്കിയവെല്ലിയുടെ പ്രിൻസിനെ പറ്റി നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു നോട്ട് പഠിക്കണം. ദ പ്രിൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ആദ്യമായിട്ട് വന്ന ഒരു പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള ഒരു വർക്കായിരുന്നു ദ പ്രിൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് ഈ റൈറ്റേഴ്സിലെ ഒരു വിമൻ റൈറ്ററെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ, കെസാൻഡ്ര ഫിഡിൽ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കെസാൻഡ്ര ഫിഡിലിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ. അവരുടെ ഒരു സ്പെഷ്യൽ പുസ്തകത്തെപ്പറ്റി നമുക്ക് പഠിക്കാനില്ല. അവർ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നല്ലൊരു ഒറേറ്ററായിരുന്നു. നല്ല സ്പീച്ചസ് പറയുന്ന നല്ല ഒരു പ്രാസംഗികയായിരുന്നു കെസാൻഡ്ര ഫിഡിൽ. അവരൊരു ഹ്യൂമനിസ്റ്റുമായിരുന്നു. നല്ലൊരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു കെസാൻഡ്ര ഫിഡിൽ. അപ്പോൾ ഒരൊറ്റ വിമൻ റൈറ്ററെ പറ്റിയേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനെ തന്നെയുമല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ പറയാനുള്ള മറ്റൊരു കാരണം, നമ്മുടെ ടെക്സ്റ്റിൽ ഇവരുടെ എല്ലാം ഫോട്ടോസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോ ഉള്ളത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വരാം. വൺ വേർഡ് വരാം, മാച്ച് ദ ഫോളോയിങ് വരാം, ഷോർട്ട് നോട്ട് വരാം, ഷോർട്ട് ആൻസേഴ്സ് വരാം, ലോങ് ആൻസേഴ്സ് വരാം. ഇതിൽ നിന്ന് വരുന്ന ലോങ് ആൻസർ ഏതാണ്? an essay about Renaissance writers and their works or Renaissance literature. നമുക്കിനിയും നമ്മുടെ ഈ റൈറ്റേഴ്സിലേക്ക് നമുക്കൊന്ന് കാണാം. ഡാൻഡി അദ്ദേഹമാണ് ഡാൻഡി. നമ്മുടെ ടെക്സ്റ്റിലും ഉണ്ട്, ഇവരുടെയൊക്കെ പിക്ചറുണ്ട് കേട്ടോ. ഡാൻഡിയുടെ ഡിവൈൻ കോമഡിയെ പറ്റി നമുക്കൊരു നോട്ട് പഠിക്കാം. ഒരു 4 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എസ് എ ക്വസ്റ്റ്യനിലും നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ. പ്രിപ്പയർ എ നോട്ട് ഓൺ ഡിവൈൻ കോമഡി. ദ ഡിവൈൻ കോമഡി വാസ് എ വെൽ നോൺ ബുക്ക് റിട്ടൺ ബൈ ഡാൻഡെ, a prominent literary figure during Renaissance period. It was a work by Dante. This poem themes revolves around Dante's imagined pilgrimage through hell, purgatory and paradise. ഇത് ഒരു ഇമാജിനറി പിൽഗ്രിമേജ് ആണ്. ഡാൻഡെ ഒരു ഇമാജിനറി പിൽഗ്രിമേജ്. എന്താണ് പിൽഗ്രിമേജിൻ്റെ മലയാളം? അദ്ദേഹം ഒരു തീർത്ഥാടനം നടത്തുന്നു. അത് അദ്ദേഹം ഇമാജിൻ ചെയ്യുകയാണ്. എവിടെ കൂടെയൊക്കെയാണ് അദ്ദേഹം തീർത്ഥാടനത്തിന് പോയത്? ഹെൽ, പിഗേട്രി ആൻഡ് പാരഡൈസ്. ഈ ഹെല്ലും പിഗേട്രിയും പാരഡൈസും മിഡീവിയൽ പീരീഡിലും ഒക്കെ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ബിലീഫായിരുന്നു. അതായത് അവർ വിശ്വസിക്കുന്നത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ആ സോളിന് 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ സോള് ഹെല്ലിൽ പോവുക, അതായത് നരകത്തിൽ പോവുക, അല്ലെങ്കിൽ പിഗേട്രിയിലേക്ക് പോവുക, ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോവുക. ഏറ്റവും നല്ല സോളാണെങ്കിൽ പാരഡൈസ് കിട്ടും, അവർക്ക് സ്വർഗം കിട്ടും. അപ്പോൾ 3 സ്ഥലത്തേക്കാണ് പോവുക. ഏറ്റവും ദുഷ്ട ആത്മാവാണെങ്കിൽ അത് ഹെല്ലിലേക്ക് പോകും. എന്നാൽ കുറച്ചൊക്കെ ദുഷ്ടതയുള്ളെങ്കിൽ പിഗേട്രിയിലേക്ക് പോകും. ഇപ്പോൾ പിഗേട്രിയിലേക്ക് പോകുന്നവർക്കുള്ള ചാൻസ് എന്താണ്? അവരവിടെ കിടന്ന് കുറച്ച് തീക്കകത്ത് കിടന്ന് അവരുടെ ആത്മാവ് പണിഷ്മെൻ്റൊക്കെ കഴിയുമ്പം അവർക്ക് പാരഡൈസിലേക്ക് കയറിപ്പോകാം. എന്നാൽ ഹെല്ലിലേക്ക് പോകുന്നവർക്കോ ഒരിക്കലും പാരഡൈസിലേക്ക് പോകാൻ പറ്റുകയില്ല. അവരുടെ കഴിഞ്ഞു, അവിടെ തീർന്നു. അവരെപ്പോഴും ഹെല്ലിൽ തന്നെ കിടക്കണം. അതൊരു ഒരു ഫയർ ഓഷ്യനാണെന്നാണ് പറയുന്നത്. ഈ ഹെല്ല് ഫയർ ഓഷ്യൻ. ഫയർ കൊണ്ട് ഒരു കടലുണ്ടായാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ ഹെല്ല്. ഇതൊക്കെ ആരുടെ ബിലീഫാണ്? ഇതൊക്കെ കാത്തലിക് ചർച്ച് പറയുന്നതാണ്. മിഡീവിയൽ പീരീഡിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് അതിനെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് എഴുതിയ പോയമാണ് ഈ പറയുന്ന ഡിവൈൻ കോമഡി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡിവൈൻ കോമഡി മിഡീവിയൽ പീരീഡിലെ കാത്തലിക് ചർച്ചിൻ്റെ ഹെൽ, പിഗേട്രി, പാരഡൈസ് എന്നുള്ള അവരുടെ ആ ഒരു വിശ്വാസത്തെ കളിയാക്കിക്കൊണ്ട് ഡാൻഡെ എഴുതിയ പുസ്തകമാണ് ഡിവൈൻ കോമഡി. അതുകൊണ്ട് ഈ ഡിവൈൻ കോമഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമാജിനറി ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് ആണ്.
എവിടേക്കാണ് ഈ പിൽഗ്രിമേജ് നടന്നത്? ഹെൽ, പിഗർട്ടറി ആൻഡ് പാരഡൈസ്. ഓക്കെ, ദിസ് പോയം റിഫ്ലക്ട് ഹ്യൂമൻ ഇമോഷൻസ്, പേട്രിയോട്ടിസം, ഫാസിനേഷൻ ഫോർ നാച്ചുറൽ ഫിനോമിന. അപ്പോൾ ഇത് ഹ്യൂമൻ ഇമോഷൻസിനും പേട്രിയോട്ടിസം. എന്താണ് പേട്രിയോട്ടിസം? സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹത്തെയാണ് പേട്രിയോട്ടിസം എന്ന് പറയുക. അപ്പോൾ ഇത് ശരിക്കും സെക്കുലറാണ്. ഹ്യൂമനിസം പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഡിവൈൻ കോമഡി. സെക്കുലർ വാല്യൂസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പേട്രിയോട്ടിസം വരുന്നത്. ഓക്കെ, കാത്തലിക് ചർച്ചിനോടല്ല നമ്മുടെ സ്നേഹം. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ആരോടാണെന്ന് പറയുന്നതോ നമ്മുടെ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ സെക്കുലർ വാല്യൂസിനാണ് അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഓൾസോ റിഫ്ലക്ട് ദ ലോങ്ങിങ്സ് ഫോർ എ യുണൈറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇറ്റലി. ഇറ്റലിയെ ഒരു യുണൈറ്റഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണാൻ ഈ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഐഡിയയും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറ്റ് റിഫ്ലക്ട് ദ ലോങ്ങിങ്സ് ഫോർ എ യുണൈറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇറ്റലി. ഡാൻഡെ റോഡ് ദ ഡിവൈൻ കോമഡി ഇൻ ദ റീജിയണൽ ലാംഗ്വേജ്. അദ്ദേഹം റീജിയണൽ ലാംഗ്വേജിലാണ് ഈ ഡിവൈൻ കോമഡി എഴുതിയത്. അപ്പോൾ ഡാൻഡെ ഒരു പ്രധാനപ്പെട്ട ഒരു റെനേസൻസ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഡിവൈൻ കോമഡി. ഇതൊരു ഇമാജിനറി പിൽഗ്രിമേജാണ്. ഹെൽ, പിഗർട്ടറി ആൻഡ് പാരഡൈസ്. ഇവിടെ ഹെല്ലിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ നോക്കിക്കേ, അവിടെ ആ ഒരു ഇൻവേർട്ടഡ് കോമയുടെ ആവശ്യമില്ല, HELL മാത്രം മതി. അവിടെ ഒരു കറക്ഷൻ ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പം ഡാൻഡെ ഡിവൈൻ കോമഡി. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ മാക്കിയവെല്ലി ഇൻ ഹിസ് വർക്ക് ദ പ്രിൻസ്. അപ്പം അടുത്ത ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ പ്രിൻസ്. ആരാണത് എഴുതിയത്? മാക്കിയവെല്ലി. അപ്പം മാക്കിയവെല്ലിയുടെ പ്രിൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിലെ ഐഡിയാസ് എന്താണ്? അതിനകത്തെ പ്രധാനപ്പെട്ട ഐഡിയാസ്. മാക്കിയവെല്ലിസ് വർക്ക് ദ പ്രിൻസ് പ്രസൻസ് പൊളിറ്റിക്കൽ തോട്ട്സ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ, ദ പ്രിൻസ് എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് പൊളിറ്റിക്കൽ തോട്ട്സ് ആണ്. He believed that the ruler's paramount responsibility is to maintain the authority and security of the state. ഇപ്പോൾ ഈ പ്രിൻസിലെ പ്രധാനപ്പെട്ട ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റൂളറുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി, പാരമൗണ്ട് റെസ്പോൺസിബിലിറ്റി മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ റൂളർ വാസ് ടു മെയിൻറ്റെയിൻ അതോറിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ അതോറിറ്റിയും അതിൻ്റെ സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക. It also believed that the individuals are generally selfish, driven by a desire for power and material prosperity. ഈ ഒരു പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽസിനെ പൊതുവെ സെൽഫിഷാണ്, ഇൻഡിവിജ്വൽസ് എല്ലാം സെൽഫിഷാണെന്നും അവർ പവറിന് വേണ്ടി അവർക്ക് എല്ലാവർക്കും ഡിസയർ ഉണ്ടെന്നുമാണ്. നമ്മൾ പറയത്തില്ലേ, കസേരയ്ക്ക് വേണ്ടി എല്ലാവരും പിടിവലി കൂടുവന്നേ, അല്ലേ? അത് തന്നെയാണ് ഈ പുസ്തകത്തിലും പറയുന്നത്. എല്ലാ ഇൻഡിവിജ്വൽസും സെൽഫിഷാണ്, എല്ലാവരും അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഡിസയർ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഓക്കെ, മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്താണ് ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി? സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകാനും നല്ല പവർ പിടിച്ചെടുക്കാനും അങ്ങനെയുള്ള സെൽഫിഷ് മെൻറ്റാലിറ്റി എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ടെന്ന് ഈ പുസ്തകം പറയുന്നു. ഹി അഡ്വക്കേറ്റഡ് ദാറ്റ് എ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് റിമെയിൻ impartial and avoid showing favoritism or obligation to any group. ഇപ്പം നമുക്കറിയാം, മിഡീവിയൽ പീരീഡിലെ റൂളേഴ്സ് എല്ലാവരും തന്നെ കാത്തലിക് ചർച്ചിനോടും പ്രീസ്റ്റിനോടും ക്ലർജിയോടും എപ്പോഴും ഒബീഡിയൻസ് കാണിക്കുകയും അവരുടെ കാര്യത്തിൽ വളരെ ഫേവറേറ്റിസം കാണിക്കുകയും പാർഷ്യാലിറ്റി കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ദ പ്രിൻസിലെ മാക്കിയവെല്ലി മുന്നോട്ട് വെക്കുന്നത് ഒരു റൂളറെ എപ്പോഴും ഇമ്പാർഷ്യലായിരിക്കണം. ഓക്കെ, അദ്ദേഹം ഒരിക്കലും ഫേവറേറ്റിസം കാണിക്കല്ലേ ഒരു ഗ്രൂപ്പിനോടും ഒരു ഫേവറേറ്റിസവും കാണിക്കരുത്. തൻ്റെ ഡിസൈപ്പിൾസ്, തൻ്റെ പീപ്പിൾ എല്ലാവരും അദ്ദേഹത്തിന് ഒരുപോലെ ആയിരിക്കണം. അതാണ് ദ പ്രിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ. ഹി അഡ്വക്കേറ്റഡ് ദാറ്റ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് റിമെയിൻ ഇംപാർഷ്യൽ. പാർഷ്യാലിറ്റി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് പറയുക ഇംപാർഷ്യൽ. ആൻഡ് അവോയ്ഡ് ഷോയിങ് ഫേവറേറ്റിസം. എന്താണ് ഫേവറേറ്റിസം? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുന്നതിനെയാണ് പറയുക ഫേവറേറ്റിസം. അപ്പോൾ ഫേവറേറ്റിസം അവോയ്ഡ് ചെയ്യണം ഒരു റൂളർ. ഓബ്ലിഗേഷൻ ഒരു ഗ്രൂപ്പിനോടും ഉണ്ടാകാൻ പാടില്ല, ഒരു ഗ്രൂപ്പിനോടും പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ പാടില്ല. ദ പ്രിൻസ് മാക്കിയവെല്ലി പോർട്രേസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഹൂ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ട്രഡീഷണൽ മിഡീവിയൽ ഫ്യൂഡൽ അഡ്മിനിസ്ട്രേഷൻ. ഫ്യൂഡൽ അഡ്മിനിസ്ട്രേഷൻ കാലത്തെ ഒരു റൂളറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ
വളരെ ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു റൂളറിനെയാണ് മാക്കിയവെല്ലി ദ പ്രിൻസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ മിഡീവിയൽ പീരീഡിലെ ഒരു റൂളറിനെ പറ്റിയുള്ള എല്ലാ ഐഡിയാസിനെയും പൊളിച്ചെഴുതുന്ന ഒരു പുസ്തകമായിരുന്നു ദ പ്രിൻസ്. ഇമ്പാർഷ്യലും ഫേവറേറ്റിസും ഇല്ലാത്ത ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടും പ്രത്യേക ഓബ്ലിഗേഷൻ പ്രകടിപ്പിക്കാത്ത വളരെ വളരെ നല്ല ഒരു റൂളറിനെ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ വരച്ച് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ദ പ്രിൻസ് എന്നുള്ളത് പൊളിറ്റിക്കൽ തോട്ട്സ് കാണിക്കുന്ന നമ്മുടെ റെനേസൻസ് പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ പ്രിൻസ്. ഓക്കെ, അപ്പോൾ ദ പ്രിൻസിനെ പറ്റിയും ഡിവൈൻ കോമഡിയെ പറ്റിയും നിങ്ങളൊരു ഷോർട്ട് നോട്ടിലും പഠിച്ചോണം. അത് നിങ്ങൾക്ക് എവിടെയും എഴുതാം, നമ്മുടെ എസ്സേക്കകത്തും എഴുതാം. റെനേസൻസ് ലിറ്ററേച്ചർ എന്നുള്ള എസ്സേ വന്നാലും നിങ്ങൾ 2 പാരഗ്രാഫിലുള്ള ആൻസർ ഇതിൽ നിന്ന് തന്നെ എഴുതുക. ഓക്കെ, ഇതാണ് മാക്കിയവെല്ലി. ഇദ്ദേഹമാണ് ദ പ്രിൻസ് എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ തോട്ട്സ് ഉള്ള പുസ്തകം എഴുതിയത്. ഓക്കെ, മിഡീവിയൽ ടൈമിലെ ഒരു റൂളറിനെ പറ്റിയുള്ള എല്ലാ ഐഡിയാസും പൊളിച്ചെഴുതിയതായിരുന്നു ദ പ്രിൻസ്. ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ മാക്കിയവെല്ലി അബൌട്ട് മൊണാർക്കി. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജഭരണം, അല്ലേ? രാജഭരണം. ദ പ്രിൻസ്, അതിനകത്ത് ഒരു പ്രിൻസിൻ്റെ പറ്റിയുള്ള ഐഡിയാസ് എന്തൊക്കെയായിരുന്നു മാക്കിയവെല്ലിയുടെ? എവരി പ്രിൻസ് ought to deserve to earn the reputation of being merciful and not to be cruel. എല്ലാ റൂളറും മേഴ്സിഫുൾ ആയിരിക്കണം, ക്രൂവൽ ആയിരിക്കല്ലേ. അതാണ് ഒന്നാമത്തെ ഐഡിയ. എല്ലാ റൂളേഴ്സും മേഴ്സിഫുൾ ആയിരിക്കണം. എന്താണ് ഈ മേഴ്സിഫുൾ? കരുണ കാണിക്കുന്നവരായിരിക്കണം, ക്രൂവൽ ആയിരിക്കരുത്. ഹി ഷുഡ് ഓൾസോ ബി കെയർഫുൾ നോ വൺ എൽസ് ടു മിസ്യൂസ് ദാറ്റ് മേഴ്സി. അദ്ദേഹം മേഴ്സിഫുൾ ആകുമ്പോൾ ആളുകൾ ആ മേഴ്സിയെ, ആ കരുണയെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഈ മൊണാർക്ക് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഹി ഷുഡ് ബി കെയർഫുൾ നോ വൺ എൽസ് ടു മിസ്യൂസ് ദാറ്റ് മേഴ്സി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മേഴ്സി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുണ ആരും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹം വളരെ ശ്രദ്ധിക്കണം. എ പ്രിൻസ് ഷുഡ് എൻഷുവർ സോളിഡാരിറ്റി ആൻഡ് ലോയൽറ്റി എമംഗ് ദ സബ്ജക്ട്സ്. സബ്ജക്ട്സ് എപ്പോഴും മൊണാർക്കിനോട് ലോയൽറ്റി ഉള്ളവരായിരിക്കാനായിട്ട് ആ പ്രിൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. സോളിഡാരിറ്റിയും ലോയൽറ്റിയും അവർ കാണിക്കണം. അതായത് ആളുകളെ ഇഷ്ടമുള്ള പോലെ തോന്നിയതുപോലെ വിടരുത്, അവരോട് മേഴ്സിഫുൾ ആയിരിക്കണം ഈ മൊണാർക്ക്. പക്ഷേ അതേസമയം അവരിൽ നിന്നും അദ്ദേഹം ലോയൽറ്റി ഉറപ്പാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാജ്യം തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ആളുകളോട് മേഴ്സിഫുൾ ആയിരിക്കുമ്പോൾ അവരതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആളുകൾ എപ്പോഴും രാജ്യത്തോടും മൊണാർക്കിനോടും ലോയൽറ്റി, അതായത് വിശ്വസ്തതയുള്ളവരായിരിക്കാനും ഈ മൊണാർക്ക് ശ്രദ്ധിക്കണം. ഈ 3 ഐഡിയാസാണ് അദ്ദേഹത്തിന് മാക്കിയവെല്ലിക്ക് ഒരു മൊണാർക്കിനെ പറ്റിയുള്ളത്. ഓക്കെ, ഇതാണ് കസാൻഡ്ര ഫിഡൽ. നമുക്ക് പഠിക്കാനുള്ള റെനേസൻസ് റൈറ്റേഴ്സിലെ ഏക വുമൺ റൈറ്ററാണ് ഈ കസാൻഡ്ര ഫിഡൽ. നമുക്ക് അവരെ പറ്റി ഒന്ന് പഠിക്കാം. ഇതാണ് കസാൻഡ്ര ഫിഡൽ. During the Italian Renaissance, several women recognized the significance of humanism, substantiate. Renaissance literature നമുക്ക് സെവറൽ വിമൻ ഹ്യൂമനിസത്തെ എംബ്രൈസ് ചെയ്യുന്നതായിട്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെപ്പറ്റി ഒരു എസ്സേ ഒരു ഷോർട്ട് നോട്ട് നമുക്ക് പഠിക്കാം. യെസ്, ഡ്യൂറിങ് ദ റെനേസൻസ് പീരീഡ് സെവറൽ വിമൻ റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമനിസം. ഇപ്പം ഒരുപക്ഷെ ഈ ചോദ്യം ഒരു സ്ട്രെയിറ്റ് കട്ട് ചോദ്യമായിരിക്കാം. കസാൻഡ്ര ഫിഡലിനെ പറ്റി, ദ വിമൻ റൈറ്ററെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക എന്നായിരിക്കും ഒരുപക്ഷെ ചോദ്യം. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ദ വിമൻ റൈറ്റർ കസാൻഡ്ര ഫിഡൽ. അങ്ങനെ വന്നാലും നമുക്ക് ഇതേ ആൻസർ തന്നെ എഴുതുക. യെസ്, ഡ്യൂറിങ് ദ റെനേസൻസ് പീരീഡ് സെവറൽ വിമൻ റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമനിസം. എമംഗ് ദം ദ മോസ്റ്റ് നോട്ടബിൾ വൺ വാസ് ദ ഹ്യൂമനിസ്റ്റ് ആൻഡ് റൈറ്റർ കസാൻഡ്ര ഫിഡൽ. അവർ പല വിമൻ ഹ്യൂമനിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നോട്ടബിളായിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, ഒരു റൈറ്റർ കൂടിയായിരുന്നു കസാൻഡ്ര ഫിഡൽ. ഷീ ഏൺ എ നെയിം ത്രൂ ഹെർ റൈറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസ്. അവർ നല്ലൊരു റൈറ്ററായിരുന്നു, നല്ലൊരു റൈറ്ററായിരുന്നു. ഷീ എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊവൈഡിങ് ഹയർ എഡ്യൂക്കേഷൻ ടു വിമൻ. അപ്പം നമുക്കറിയാം മിഡീവിയൽ പീരീഡിൽ വിമന് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. പക്ഷേ അത് ഏത് ലെവലിലേ ഉള്ളായിരുന്നു? ലോ ലെവലിലേ ഉള്ളായിരുന്നു. ഒരു 4th ക്ലാസ് വരെയുള്ള ആ ലോ ലെവൽ എഡ്യൂക്കേഷനായിരുന്നു. ബാക്കി ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും പുരുഷന്മാർക്കായിരുന്നു ലഭിച്ചിരുന്നത്, മെയിലിനായിരുന്നു ലഭിച്ചിരുന്നത്.
ഫീമെയിലിനെ ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു സാധ്യതയും മിഡീവിയൽ പീരീഡിലില്ല. എന്നാൽ റെനേസൻസ് റൈറ്ററായ കസാൻഡ്ര ഫിഡിൽ അവരെന്തിനു വേണ്ടിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഷീ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊവൈഡിങ് ഹയർ എഡ്യൂക്കേഷൻ ടു വിമൻ. ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് അവരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവരാവശ്യപ്പെട്ടു. അപ്പോൾ അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ്. അവരത് ആവശ്യപ്പെട്ടു. വെറുതെ എഴുതാനും വായിക്കാനും മാത്രം വിമൻ പഠിച്ചാൽ പോരാ, പകരം അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടണം. ഓക്കെ. ഫിഡൽ മെയിൻറ്റെയിൻ എ ലൈവ്ലി കറസ്പോണ്ടൻസ് വിത്ത് വെൽത്തി ഇറ്റാലിയൻ ലോർഡ്സ് ഹു ക്യാമ്പയിൻ ഹ്യൂമനിസം. ഹ്യൂമനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഇറ്റാലിയൻ ലോർഡ്സ് ഉണ്ടായിരുന്നു, വെൽത്തി പീപ്പിൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കസാൻഡ്ര ഫിഡലിന് നല്ല ലൈവ്ലി കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മീനിങ് എന്താണ്? അവർ ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. ഷീ സപ്പോർട്ട് ഹ്യൂമനിസം. ഷീ മെയിൻറ്റെയിൻ എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് എ വെൽത്തി ഇറ്റാലിയൻ ലോർഡ്സ് ഹൂ ക്യാമ്പയിൻ ഹ്യൂമനിസം. ഓക്കെ. അപ്പോൾ കസാൻഡ്ര ഫിഡലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അവരൊരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. അവരുടെ സ്പീച്ചസും റൈറ്റിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവരെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ് കൂടുതൽ എംഫസൈസ് കൊടുത്തത്. അതുപോലെ തന്നെ വെൽത്തി ഇറ്റാലിയൻ ലോർഡ്സുമായിട്ട്, ഹ്യൂമനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ലോർഡ്സുമായിട്ട് ഇവർക്ക് ലൈവ് കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. ലൈവ് കറസ്പോണ്ടൻസ്. ഓക്കെ. കസാൻഡ്ര ഫിഡലിനെ പറ്റി ഒരു നോട്ട് എഴുതുക. അപ്പം നമ്മുടെ റെനേസൻസ് ലിറ്ററേച്ചർ എന്നുള്ള നമ്മുടെ എസ്സേയിലും ഈ ഒരു നോട്ട് കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ എസ്സേ. ഓക്കെ. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഹ്യൂമനിസം ആൻഡ് റെനേസൻസ് ലിറ്ററേച്ചർ. കണ്ടോ, ഇതാണ് നമ്മുടെ എസ്സേ. ഈ എസ്സേയിലെ കുറച്ച് ജനറൽ പോയിന്റ്സ് ടീച്ചർ തരാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതുവരെ പഠിച്ച ലിറ്ററേച്ചറിലെ ഓരോ ഡിവൈൻ കോമഡിയെ പറ്റി, ദ പ്രിൻസിനെ പറ്റി, കസാൻഡ്ര ഫിഡലിനെ പറ്റി എല്ലാം നിങ്ങൾ ഈ എസ്സേയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ. ഇത് ജനറൽ പോയിന്റ്സ് ആണ്. ഡ്യൂറിങ് ദി ഇറ്റാലിയൻ റെനേസൻസ് ഓൾ ദ റൈറ്റേഴ്സ് റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമനിസം. എല്ലാവരും ഹ്യൂമനിസത്തെ റെക്കഗ്നൈസ് ചെയ്തു, അതിനെ അവർ സപ്പോർട്ട് ചെയ്തു. ദ ഗ്രേറ്റ് റൈറ്റേഴ്സ് ലൈക്ക് ഡാൻറ്റെ, ബൊക്കാസിയോ, മാക്കിയവെല്ലി, കസാൻഡ്ര ഫിഡിൽ were humanist. Renaissance writers gave importance to individual liberty and secular values. These writers moved away from scholasticism of the Middle Ages and influenced by Greek Roman culture. They used regional languages for writings. They wrote books in regional language. ഇതൊക്കെ ഇതിൻ്റെ ജനറൽ പോയിന്റ്സ് എഴുതിയിട്ട് ഈ ഓരോ പോയിന്റിനെയും ഈ റൈറ്റേഴ്സിനെയും ഒക്കെ നിങ്ങൾ ഓരോ പാരഗ്രാഫാക്കി എഴുതുക. അത് നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല എസ്സേ, ഇത്ര എഴുതിയാൽ എസ്സേ ആകുകയില്ല. പ്രത്യേകം ഓർക്കുക, നമ്മൾ പഠിച്ച ഓരോ സ്ലൈഡും നിങ്ങൾ എഴുതണം. ഓക്കെ. ഇതാണ് പെട്രാക്ക്. പെട്രാക്ക് നമുക്കറിയാം സോണറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ലോറയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ധാരാളം സോണറ്റ്സ് എഴുതിയിരിക്കുന്ന ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ് പെട്രാക്ക്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി വന്നാലും നിങ്ങൾ അങ്ങനെ എഴുതുക. വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ഇൻ റെനേസൻസ് ലിറ്ററേച്ചർ. ഹീ wrote so many sonnets addressing Laura. He was a thick or a very important humanist writer of the Renaissance period. Okay. ഇതാണ് ബൊക്കാസിയോ. ഡെക്കാമറൺ എന്നൊരു പുസ്തകം എഴുതിയ ആളാണ് ബൊക്കാസിയോ. നമുക്കതിനെപ്പറ്റി അധികം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനില്ല. ബൊക്കാസിയോ ഡെക്കാമറൺ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ബൊക്കാസിയോയുടെ ഡെക്കാമറൺ. ഓക്കെ. നമുക്ക് ഇറ്റലിയിൽ അല്ലാതെ നെതർലാൻഡ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഓതേഴ്സ് ഉണ്ടായിരുന്നു, റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരും ഈ റെനേസൻസ് വാല്യൂസിനെ, പ്രത്യേകിച്ച് സെക്കുലർ വാല്യൂസിനെ, അതുപോലെ തന്നെ ഹ്യൂമനിസത്തെ പ്രൊമോട്ട് ചെയ്ത, അതിനെ സപ്പോർട്ട് ചെയ്ത മറ്റ് രാജ്യങ്ങളിലെ റൈറ്റേഴ്സിൻ്റെ നെയിംസ്, അവരുടെ വർക്ക്, അവരുടെ കൺട്രി, ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇത് മാച്ച് ദ ഫോളോയിങ്ങിനും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിനുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇറാസ്മസ് നെതർലാൻഡിലുള്ള ഒരു റൈറ്ററായിരുന്നു. ഒരു റെനേസൻസിൻ്റെ ഒരു ഫീലുള്ള ആ ഐഡിയാസിനെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ പ്രൈസ് ഓഫ് ഫോളി.
അതായത് പ്രീസ്റ്റുകളെയും ക്ലർജിമാരെയും കാത്തലിക് ചർച്ചിനെയും ഒക്കെ റെഡിക്യൂൾ ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പുസ്തകം തന്നെയാണ് ദ പ്രൈസ് ഓഫ് ഹോളി. ഓക്കെ, ഹ്യൂമനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകവുമാണ്. നെതർലാൻഡാണ് ഇറാസ്മസിൻ്റെ കൺട്രി. ഓക്കെ, പ്രൈസ് ഓഫ് ഹോളി. ദെൻ ജോഫ്രി ചോസർ കാൻറ്റർബറി ടെയിൽസ്. ഇതും കാത്തലിക് ചർച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാത്തലിക് ചർച്ചിനെ റെഡിക്യൂൾ ചെയ്തുകൊണ്ട് എഴുതിയ പുസ്തകമാണ് കാൻറ്റർബറി ടെയിൽസ്. ഇംഗ്ലണ്ടാണ് ജെഫ്രി ചോസറുടെ രാജ്യം. ജെഫ്രി ചോസർ കാൻറ്റർബറി ടെയിൽസ്. ദെൻ തോമസ് മൂർ, അദ്ദേഹം കാത്തലിക് ചർച്ചിലെ തന്നെ ഒരു പ്രീസ്റ്റാണ്. കാത്തലിക് ചർച്ചിലെ ഒരു പ്രീസ്റ്റാണ്, ഒരു സെയിൻ്റാണ് തോമസ് മൂർ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഉട്ടോപ്പിയ. തോമസ് മൂറിൻ്റെ പുസ്തകമാണ് ഉട്ടോപ്പിയ. ഇംഗ്ലണ്ടാണ് തോമസ് മൂറിൻ്റെ രാജ്യം, ഇംഗ്ലണ്ട്. ഉട്ടോപ്പിയ അതായത് ഒരു ഇമാജിനറി ലാൻഡാണ് ഈ ഉട്ടോപ്പിയ. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പ രാജ്യമാണ് ഉട്ടോപ്പിയ. ആ സങ്കല്പ രാജ്യത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് തോമസ് മൂറിൻ്റെ പുസ്തകം. അടുത്തയാളെ സെർവാൻഡെ ഡോൺ ക്വിസോട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സെർവാൻഡയുടെ പുസ്തകമാണ് ഡോൺ ക്വിസോട്ട്. അദ്ദേഹം സ്പെയിൻകാരനാണ്, സ്പെയിൻ. ദെൻ റബെലാസ്, ഫ്രാൻകോയിസ് റബെലാസ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഗ്രാൻഡുവ ആൻഡ് പാൻഡുഗുൾ. ഫ്രാൻസുകാരനാണ് അദ്ദേഹം, ഫ്രാൻസ്. റബെലാസ്, ഗ്രാൻഡുവ ആൻഡ് പാൻഡുഗുൾ. ഇതും ഈ പുസ്തകവും ഹ്യൂമനിസത്തിന് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്ന പുസ്തകമാണ്. നമുക്ക് റെനേസൻസ് വാല്യൂസ് എല്ലാം ഈ പുസ്തകത്തിലും കാണാം. അപ്പോൾ ഫ്രാൻസിലെ റബെലാസിലെ ഗ്രാൻഡുവ ആൻഡ് പാൻഡാഗുൾ. ഇപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പുസ്തകം ഉട്ടോപ്പിയ, കാൻറ്റർബറി ടെയിൽസ്, പ്രൈസ് ഓഫ് ഹോളി. ഇതൊക്കെയാണ് മിക്കവാറും നമ്മുടെ ചോദ്യങ്ങളിലൊക്കെ ഇതുവരെയും കണ്ടിട്ടുള്ളത്. തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറാസ്മസിൻ്റെ പ്രൈസ് ഓഫ് ഹോളി, ചോസറുടെ കാൻറ്റർബറി ടെയിൽസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ റെനേസൻസ് പീരീഡിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ സപ്പോർട്ട് ചെയ്ത, അല്ലെ ലിറ്ററേച്ചറിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻവെൻഷനാണ് പ്രിൻറ്റിംഗ് പ്രസ്. ആരാണ് ഈ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്? ഗുട്ടൻബർഗ്, ജോനാസ് ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിൻറ്റിംഗ് പ്രസ്. അത് റെനേസൻസ് ലിറ്ററേച്ചറിനെ വളരെ വലിയ സപ്പോർട്ടായിരുന്നു. എങ്ങനെയൊക്കെ അത് ആ റെനേസൻസ് ലിറ്ററേച്ചറിനെ ഹെൽപ്പ് ചെയ്തെന്ന് നമുക്ക് പഠിക്കണം. അന്നത്തെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ചിത്രമാണ് ടീച്ചർ ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ പുസ്തകത്തിലും ഈ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം ചോദ്യം പ്രതീക്ഷിക്കണം. അപ്പം എന്തായിരിക്കും പ്രിൻറ്റിംഗ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചോദ്യം? പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്ത ആളുടെ പേര് ജോനാസ് ഗുട്ടൻബർഗ്. ഓക്കെ, അടുത്തത് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? എങ്ങനെ അത് റെനേസൻസ് ലിറ്ററേച്ചറിനെ ഹെൽപ്പ് ചെയ്തു? അപ്പം നമുക്കതൊന്ന് നോക്കാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ഓൺ ദ സൊസൈറ്റി ഓഫ് റെനേസൻസ് പീരീഡ്. റെനേസൻസ് ലിറ്ററേച്ചറിനെ, റെനേസൻസ് പീരീഡിനെ പ്രിൻറ്റിംഗ് പ്രസ് എങ്ങനെ സഹായിച്ചു? പ്രിൻറ്റിംഗ് പ്രസ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത്? കൈയെഴുത്ത് പുസ്തകങ്ങളായിരുന്നു, അല്ലേ? നമ്മൾ പഴയ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവരെ പെന്നൊന്നും അന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ പക്ഷികളുടെ തൂവലൊക്കെ മഷിക്കകത്ത് മുക്കി അതുകൊണ്ട് കൈകൊണ്ട് എഴുതി ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്ന രീതിയായിരുന്നു. അത് നമുക്കറിയാം. അധികം ഗ്രന്ഥങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ലഭ്യമല്ലായിരുന്നു. ആളുകൾക്ക് ഗ്രന്ഥങ്ങളൊന്നും കയ്യിൽ കിട്ടുന്ന അവസ്ഥയില്ലായിരുന്നു. വളരെ വെൽത്തിയായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു ഇങ്ങനെ കൈയെഴുത്ത് ഗ്രന്ഥങ്ങളൊക്കെയുള്ള ആളുകൾ, ലോഡ്സൊക്കെ ആയിരുന്നു. ഈ മിഡീവിയൽ പീരീഡിലൊക്കെ പ്രീസ്റ്റുകളും രാജാക്കന്മാരും വലിയ ലോഡ്സൊക്കെ ആയിരുന്നു ഗ്രന്ഥങ്ങളുള്ളവർ. അവർക്ക് പോലും അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. കാരണം ഗ്രന്ഥങ്ങൾ വളരെ വിലയേറിയതായിരുന്നു. കാരണം എല്ലാം കൈകൊണ്ടായിരുന്നു എഴുതുന്നത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. കോമൺ പീപ്പിളിനെ ഒരു ഗ്രന്ഥം വായിക്കുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിളായിരുന്നു. കാണാൻ പോലും കിട്ടുകയില്ല. ഇതൊക്കെ വളരെ ഭദ്രമായിട്ട് അടച്ചു സൂക്ഷിച്ച് പെട്ടിക്കകത്ത് വെക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു പ്രിൻറ്റിംഗ് പ്രസ്. ഗുട്ടൻബർഗിൻ്റെ
പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷൻ. അപ്പോൾ അതെങ്ങനെ റിനൈസൻസ് പീരീഡിലെ ആ സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്തു, ലിറ്ററേച്ചറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഡിസിമിനേഷൻ ഓഫ് നോളജ്. നോളജ് സ്പ്രെഡായി, എല്ലാവർക്കും പുസ്തകങ്ങൾ ധാരാളം കിട്ടി. സാധാരണ ആളുകൾ പോലും പുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങി. പുസ്തകങ്ങൾ ചീപ്പ് റേറ്റിൽ അവർക്ക് കിട്ടാൻ തുടങ്ങി. എല്ലാവരുടെയും കയ്യിൽ പുസ്തകമായി. കണ്ടോ, നോളജ് സ്പ്രെഡ് ചെയ്തു. പ്രോഗ്രസ് ഇൻ ലിറ്ററസി. ലിറ്ററസി വർദ്ധിച്ചു. എന്താണ് ലിറ്ററസി? സാക്ഷരത. അക്ഷരം അറിയാവുന്ന ആളുകളുടെ എണ്ണം കൂടി, ലിറ്ററസി കൂടി. വളരെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിറ്ററസി കൂടി, അക്ഷരജ്ഞാനം വർദ്ധിച്ചു. പോപ്പുലറൈസിങ് ലിറ്ററേച്ചർ. പുസ്തകങ്ങളെയും ബുക്കുകളെയും ഇതുപോലുള്ള ഡാൻഡെ, പെട്രാക്, ബൊക്കാസിയോ, മക്കിയവെല്ലിയുടെയൊക്കെ പുസ്തകങ്ങൾ ധാരാളം ആളുകളുടെ കൈകളിലെത്തി. അവരത് വായിച്ചു. പോപ്പുലറൈസ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനപ്രിയമായി. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വലിയ പണ്ഡിതന്മാരുടെ മാത്രം കാര്യമാണെന്നുള്ള ആ ഒരു മിഡീവിയൽ കാലഘട്ടത്തിൽ നിന്നും എങ്ങോട്ട് മാറി? ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭ്യമായ ഒന്നാണെന്ന് മനസ്സിലായി. അതാണ് പോപ്പുലറൈസിങ് ലിറ്ററേച്ചർ. ദെൻ സ്പ്രെഡിങ് ഹ്യൂമനിസം. പുസ്തകം വായിച്ചവരെല്ലാവരും ഹ്യൂമനിസം എന്ന ഐഡിയയിലേക്ക് വന്നു. സ്പ്രെഡിങ് ഹ്യൂമനിസം. എല്ലാവരുടെയും ഉള്ളിൽ ഈ ഹ്യൂമനിസ്റ്റ് ഉണ്ടായി. ഹ്യൂമനിസം സ്പ്രെഡ് ചെയ്തു. അപ്പം ലിറ്ററസി കൂടി, ലിറ്ററേച്ചർ പോപ്പുലറൈസായി, ഹ്യൂമനിസം സ്പ്രെഡ് ചെയ്തു, നോളജ് സ്പ്രെഡ് ചെയ്തു, എല്ലാവരുടെയും കയ്യിൽ ബുക്കുകളുണ്ടായി. അങ്ങനെ ഒരു ബൂസ്റ്റിംഗ് ഓഫ് നോളജ്. നോളജ് ബൂസ്റ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം. നോളജ് ബൂസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഇൻവെൻഷൻ ഓഫ് ദിസ് പ്രിൻറ്റിംഗ് പ്രസ്. അപ്പോൾ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്. ഓക്കെ, അടുത്തത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ റെനേസൻസിലെ ഹിസ്റ്റോറിയോഗ്രഫിയെ പറ്റി ഒന്ന് പഠിക്കാം. ഹിസ്റ്റോറിയോഗ്രഫി ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഹിസ്റ്ററിയെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? നമുക്ക് വേൾഡ് ഹിസ്റ്ററിയെ 3 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഈ ചാർട്ടിലോട്ടൊന്ന് നോക്കുകയും വേൾഡ് ഹിസ്റ്ററിയെ നമ്മൾ 3 പീരീഡ് ആക്കുക. ഏൻഷ്യൻ പീരീഡ്, മിഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഓക്കെ, ഏൻഷ്യൻ പീരീഡ് എത്ര വരെയാണ്? അപ് ടു 5th century. CE 5th century means after the death of Christ. CE means common era. Common era means after the Christ, after the death of Christ. അപ്പോൾ യേശുവിൻ്റെ ഡെത്ത് നടക്കുന്നത് 1st സെഞ്ച്വറിയിലാണെങ്കിൽ അതിന് മുമ്പുള്ള കാലത്തെ നമ്മൾ BC എന്ന് പറയും. പഴയ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ, ക്രൈസ്റ്റിന് മുമ്പുള്ള കാലത്തെ BC എന്നും ക്രൈസ്റ്റിന് ശേഷമുള്ള കാലത്തെ AD എന്നുമായിരുന്നു തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ക്രൈസ്റ്റിന് ശേഷമുള്ള കാലത്തെ നമ്മൾ കോമൺ ഇറ, അതായത് C എന്നാണ് പറയുക. പഴയ AD ആണ് ഈ C. അപ്പോൾ ക്രൈസ്റ്റിന് ശേഷം ഒരു 5th century വരെയുള്ള കാലത്തെ നമ്മൾ ഏൻഷ്യൻ പീരീഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, 5th തൊട്ട് 15th century വരെയുള്ള ആ കാലത്തെ നമ്മൾ മിഡീവിയൽ പീരീഡ് എന്ന് വിളിക്കുന്നു. 5th to 15th century. 15th century ഓൺവാർഡ്സ് ഇതുവരെയുള്ള സെഞ്ച്വറിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മോഡേൺ പീരീഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ 5ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലത്തെ നമ്മൾ ഏൻഷ്യൻ പീരീഡ് എന്നും 5ാം നൂറ്റാണ്ട് തൊട്ട് 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ മിഡീവിയൽ പീരീഡ് എന്നും 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഇന്ന് വരെയുള്ള പീരീഡിനെ മോഡേൺ പീരീഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എത്ര പീരീഡ് ഉണ്ട്? 3 പീരീഡുകളായിട്ടാണ് വേൾഡ് ഹിസ്റ്ററി തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഏൻഷ്യൻ പീരീഡ്, മിഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഓക്കെ, ഏൻഷ്യൻ പീരീഡ്, മിഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഏതുവരെയാണ്? CE 5th വരെ ഏൻഷ്യൻ പീരീഡ്, 5th to 15th CE മിഡീവിയൽ പീരീഡ്, ആൻഡ് ആഫ്റ്റർ 15th century മോഡേൺ പീരീഡ്. ഓക്കെ, അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയെ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് തന്നിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം. അപ്പോൾ ഇതിനെ 3 പീരീഡായിട്ട് തിരിക്കുന്നു. വേൾഡ് ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 periods: ancient period, medieval period and modern period. Ancient period means up to 5th century CE. Medieval period means CE 5th century to CE 15th century, and after the 15th century it is modern period. Okay,
ഈ ഒരു ഡിവിഷൻ കൊണ്ടുവന്ന പ്രമുഖരായ ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസിനെ നമുക്ക് പരിചയപ്പെടാം. ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയനാർഡോ ബ്രൂണി. ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി, ഈ ഹിസ്റ്റോറിയൻസ് ഇവരാണ് ഇങ്ങനെ ഏൻഷ്യൻ പീരീഡ് എന്നും മിഡീവിയൽ പീരീഡ് എന്നും മോഡേൺ പീരീഡ് എന്നും ഹിസ്റ്ററിയെ ഡിവൈഡ് ചെയ്തത്. ഇവർ വളരെ പോപ്പുലറായിട്ടുള്ള ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് ആണ്. ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി. എല്യൂസിഡേറ്റ് ദ റോൾ ഓഫ് റെനേസൻസ് ഇൻ മേക്കിംഗ് ഹിസ്റ്റോറിയോഗ്രഫി സയൻറ്റിഫിക്. ഇപ്പം ഏൻഷ്യൻ പീരീഡിലും മിഡീവിയൽ പീരീഡിലും, അതായത് അപ് ടു 15th സെഞ്ച്വറി വരെ എന്തായിരുന്നു അവസ്ഥ? നമ്മുടെ ഹിസ്റ്റോറിയോഗ്രഫി സയൻറ്റിഫിക് അല്ലായിരുന്നു, അത് സെക്കുലർ അല്ലായിരുന്നു, അത് ഹ്യൂമനിസ്റ്റ് അല്ലായിരുന്നു. പിന്നെ എങ്ങനെയുള്ളതായിരുന്നു? അത് റിലീജിയസ് ആയിരുന്നു, ഗോഡ് സെൻറ്റേഡ് ആയിരുന്നു. അപ്പോൾ മിഡീവിയൽ പീരീഡ് വരെ ഗോഡ് സെൻറ്റേഡ് ആയിരുന്ന ഹിസ്റ്ററി, അതായത് എല്ലാ കാര്യങ്ങളും ഗോഡുമായിട്ട് കണക്റ്റഡ്, സൂപ്പർ നാച്ചുറൽ പവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു മിഡീവിയൽ പീരീഡ് വരെ. എല്ലാം റിലീജിയസ് ആയിരുന്നു, സൂപ്പർ നാച്ചുറൽ ആയിരുന്നു. എന്നാൽ ഈ മോഡേൺ പീരീഡ് ആഫ്റ്റർ 15th സെഞ്ച്വറി വാട്ട് ഹാപ്പൻ? ദിസ് ഹിസ്റ്റോറിയോഗ്രഫി ബിക്കം മോർ സയൻറ്റിഫിക്. അത് കൂടുതൽ സയൻറ്റിഫിക്കായി മാറി. അതിനെപ്പറ്റി നമുക്കൊരു ഷോർട്ട് ആൻസർ പഠിക്കാം. ഓക്കെ, സയൻറ്റിഫിക്കായിട്ട് മാറിയ ഹിസ്റ്റോറിയോഗ്രഫി. ഓക്കെ, റെനേസൻസ് ഹിസ്റ്റോറിയോഗ്രഫി വാസ് മോർ സെക്കുലർ. സയൻറ്റിഫിക് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് കൂടുതൽ സെക്കുലറായി. ഈ ഒരു സെക്കുലർ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് എല്ലാ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൻസറിലും ഉപയോഗിക്കാം. സെക്കുലർ അതൊരു കീ വേർഡാണ്. അപ്പോൾ റെനേസൻസ് ഹിസ്റ്റോറിയോഗ്രഫിയും എന്തായി മാറി? ഇറ്റ് വാസ് മോർ സെക്കുലർ. ഹിസ്റ്റോറിയോഗ്രഫി ബിക്കം മോർ ഹ്യൂമൻ സെൻറ്റേഡ്. സെക്കുലർ പോലെ തന്നെ ഒരു കീവേഡാണ് ഹ്യൂമൻ സെൻറ്റേഡ്. പെയിൻറ്റിങ് ആണെങ്കിലും നമ്മുടെ സ്കൾപ്ചർ ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ഹ്യൂമൻ സെൻറ്റേഡായി മാറി. അത് തന്നെയാണ് ഹിസ്റ്റോറിയോഗ്രഫിയിലും. ഇറ്റ് ബിക്കം മോർ ഹ്യൂമൻ സെൻറ്റേഡ്. ഹ്യൂമൻ ലൈഫ് ബിക്കം ദ ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ്, superseding of chronicles of monks, biographies of priests. മിഡീവിയൽ പീരീഡ് വരെ ക്രോണിക്കിൾസ് ഓഫ് മങ്സും ബയോഗ്രഫീസ് ഓഫ് പ്രീസ്റ്റുമായിരുന്നു നമ്മളെ ഹിസ്റ്ററിയുടെ എവിഡൻസ് ആയിട്ട് കണ്ടിരുന്നത്. നമുക്കറിയാം, ഹിസ്റ്ററി പറയുമ്പോൾ എവിഡൻസ് വേണം അല്ലേ? ഈ ലോകത്ത് ഇന്നത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ എവിഡൻസ്? അപ്പോൾ മിഡീവിയൽ പീരീഡ് വരെ നമ്മൾ എന്താണ് എവിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്? അത് ബയോഗ്രഫീസ് ഓഫ് പ്രീസ്റ്റ്, ചില പ്രീസ്റ്റുകളൊക്കെ എഴുതിയ, ചില ക്ലർജി എഴുതിയ അവരുടെ ബയോഗ്രഫി, അവരുടെ അല്ല അവർ മറ്റുള്ളവരെ കുറിച്ച് എഴുതിയ ബയോഗ്രഫികൾ. എന്താണ് ബയോഗ്രഫിയുടെ മലയാളം? ജീവചരിത്രങ്ങൾ. അപ്പോൾ പ്രീസ്റ്റുകളെ ചിലപ്പം രാജാക്കന്മാരെ പറ്റിയോ അന്ന് ജീവിച്ചിരുന്ന പ്രശസ്തരായ ആളുകളെ പറ്റിയോ ഒക്കെ എഴുതിയ ബയോഗ്രഫീസ്. അതുപോലെ തന്നെ മങ്സ് ക്രോണിക്കിൾസ് എഴുതുമായിരുന്നു. അതായത് രാജാക്കന്മാരെ മങ്സിനെ കൊണ്ട് രാജകൊട്ടാരത്തിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ കാലഗണന അനുസരിച്ച് എഴുതി വെപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രോണിക്കിൾസ് എന്ന് വിളിക്കുക. ക്രൊണോളജി കേട്ടിട്ടില്ലേ ആ വാക്ക്? ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഗണന അനുസരിച്ച് നടന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുന്ന പുസ്തകമാണ് ക്രോണിക്കിൾസ്. ഇങ്ങനെയുള്ള ക്രോണിക്കിൾസ് രാജകൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ മങ്സ് അവരുടെ ആശ്രമങ്ങളിലും നൺസ് അവരുടെ ആശ്രമങ്ങളിലും അന്ന് കാലത്ത് എഴുതി വെച്ചിരുന്നു. അങ്ങനെയുള്ള ക്രോണിക്കിൾസും ഈ ബയോഗ്രഫീസും ഒക്കെയായിരുന്നു ഹിസ്റ്ററിയുടെ എവിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അത് മാറി. ഓക്കെ, ദെൻ അനദർ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് വാസ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആൻഡ് റെലിക്സ്. എന്നാൽ പിന്നീട് ഈ റെനേസൻസ് പീരീഡിൽ ഹിസ്റ്റോറിയോഗ്രഫിയിലെ ഹിസ്റ്ററിയുടെ എവിഡൻസ് ആയിട്ട് എന്ത് സ്വീകരിക്കാൻ തുടങ്ങി? ആർക്കിയോളജിക്കൽ എവിഡൻസും റിലിക്സും ഉപയോഗിക്കാൻ തുടങ്ങി. പഴയ കാലത്തെ നമുക്ക് കണ്ടുകിട്ടുന്ന അന്നത്തെ പാത്രങ്ങൾ, ഉപകരണങ്ങൾ, കോയിൻസ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രദേശങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ 8th 9th ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഹിസ്റ്ററിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് റിലിക്സ്, എന്തൊക്കെയാണ് ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കൂടുതൽ സയൻറ്റിഫിക്കാണ്. അല്ലാതെ ബയോഗ്രഫികളും പ്രീസ്റ്റുകൾ എഴുതുന്ന ബയോഗ്രഫികളും മങ്സ് എഴുതി വെക്കുന്ന ക്രോണിക്കിൾസും ഒന്നും അത്ര
നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എവിഡൻസ് അല്ല. അവർ ചിലപ്പം രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. പക്ഷേ ഇവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസും റെലിക്സും ഒക്കെ വളരെ സയൻറ്റിഫിക് ആണ്. അത് നമുക്ക് ഹിസ്റ്ററിയുടെ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാം. അപ്പോൾ ഹിസ്റ്ററി കൂടുതൽ സയൻറ്റിഫിക്കായി മാറി. ഹിസ്റ്റോറിയൻസ് ബിഗാൻ ടു പ്ലേസ് ഗ്രേറ്റർ എംഫസൈസ് ഓൺ എവിഡൻസ് സച്ച് ആസ് ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, ഏൻഷ്യൻ മാൻസ്ക്രിപ്റ്റ്സ് ആൻഡ് നറേറ്റീവ്സ്. അപ്പോൾ ആളുകൾ എഴുതി വെച്ച പഴയ മാൻസ്ക്രിപ്റ്റുകളും കോയിൻസ്, അല്ലേ, രാജാക്കന്മാരൊക്കെ പുറപ്പെടുവിക്കുന്ന കോയിൻസ് ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അതിലെ എഴുത്തുകളും അതിലെ തീയതികളും അതിലെ പടങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോയിൻ തന്നെ നമുക്ക് ഏത് കാലഘട്ടത്തെയാണെന്ന് എങ്ങനെ നോക്കാം, ആ കോയിൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലേ. ഇൻസ്ക്രിപ്ഷൻസ്, അതുപോലെ കല്ലുകളിലും ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളെ മൻസ്ക്രിപ്റ്റ്സ്, ഇതൊക്കെയാണ് റെനേസൻസ് പീരീഡിൽ ഹിസ്റ്ററി അതിൻ്റെ എവിഡൻസ് ആയിട്ട് ഉപയോഗിച്ചത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഗെയിൻ സിഗ്നിഫിക്കൻസ് ഇൻ ഹിസ്റ്ററി. ഇൻ ദ റെനേസൻസ് പീരീഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ബിക്കം more significant in history. Scientific enquiry and studies replace stories and myths. മിഡീവിയൽ പീരീഡിൽ സ്റ്റോറികളും മിത്തുകളുമായിരുന്നു, കെട്ടുകഥകളായിരുന്നു. എന്നാൽ റെനേസൻസ് പീരീഡിൽ സയൻറ്റിഫിക് എൻക്വയറി നടത്തി ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററി എഴുതാൻ തുടങ്ങി. അപ്പോൾ ഹിസ്റ്ററി സയൻറ്റിഫിക് ആയി മാറിയത് ഏത് പീരീഡിലാണ്? മോഡേൺ പീരീഡ് ഓർ റെനേസൻസ് പീരീഡ്. അതുവരെ എന്തായിരുന്നു? സ്റ്റോറീസ് ആൻഡ് മിത്തായിരുന്നു. സ്റ്റോറീസ് ആൻഡ് മിത്സ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി കൂടുതൽ സയൻറ്റിഫിക്കായി മാറിയത് റെനേസൻസ് പീരീഡിലാണ്. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.